ഒരാൾ വിദേശത്ത് കിടന്ന് മരിക്കുകയും അയാളെ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ കൊണ്ടുവരുന്നത്. 16 ദിവസം കഴിഞ്ഞാൽ ഒരു കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. ഒരു കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. കാരണം ഈ 16 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആത്മാവ് എന്ന് വെച്ചാൽ വേറൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരിക്കലും ഒരു നെഗറ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുന്നില്ല. ഇനി അത് എന്താണ്, മരണം ദുർമരണമാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും ആത്മാക്കളുടെ ഉപദ്രവം സാർ ഇതൊരു വളരെ സെൻസിറ്റീവായിട്ടുള്ള ഏരിയയാണ്. അതായത് പല ആൾക്കാരും പറയുന്ന സംഭവമാണ്, അവർ നടന്നു പോകുമ്പോൾ ഒരാൾ കൂടെയുണ്ട്, അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് അടുത്തൊരാളിരിക്കുന്നു. പല രീതിയിൽ അവർ പേടിച്ചിട്ടുണ്ട്. പക്ഷേ പല ജ്യോതിഷന്മാരെയും കാണുന്ന സമയത്ത് വളരെ കുറച്ച് പേര് പറയുന്നു നിങ്ങളുടെ ശരീരത്തിൽ ആത്മാവുണ്ട്. അപ്പോൾ ഇത് എങ്ങനെ കണ്ടെത്തി എന്ന് ചോദിക്കുമ്പോൾ പറയുന്നത്, എൻ്റെ ജാതകത്തിലെ ഇന്ന ഭാവത്തിൽ നോക്കുന്ന സമയത്ത് ജ്യോതിഷം പറഞ്ഞതാണ് നിങ്ങളുടെ കൂടെ ആത്മാവുണ്ട് എന്നുള്ളത്. ഇതിന് എന്താണ് അതിൻ്റെ, ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവം നിരന്തരം കുറേ ആൾക്കാരോട് സംസാരിച്ചിട്ടുണ്ട്, നിരന്തരം കാണുന്ന ജ്യോതിഷന്മാരോട് പല സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ നോക്കുന്നത് ഒരു ഹ്യൂജ് ഓഡിയൻസിലേക്ക് നമ്മൾ റീച്ച് ചെയ്യുന്ന സമയത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള കുറേ ജ്യോതിഷന്മാരോട് സംസാരിക്കുമ്പോൾ കുറച്ച് പേര് നല്ല ക്ലാരിറ്റി തരുന്നുണ്ട്. അപ്പോൾ സാറിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സാറൊന്ന് വിശദീകരിക്കാമോ എന്താണെന്നുള്ളത്? ഏറ്റവും കൂടുതൽ ചൂഷണത്തിന് ഇരയാകുന്ന ഒരു കൺസെപ്റ്റാണ് ആത്മാവെന്ന് പറയുന്നത്. ഇപ്പം ഞാനും സാറും ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു. നമ്മളിൽ കുടികൊള്ളുന്ന പരമാത്മാവിൻ്റെ ചൈതന്യം ജീവൻ്റെ തുടിപ്പായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ്. ജീവാത്മാവും പരമാത്മാവും രണ്ടല്ല ഒന്നാണ് എന്നുള്ള സങ്കല്പവും അതിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഈ ജീവൻ്റെ തുടിപ്പ് നഷ്ടപ്പെടുന്നതാണ് മരണം. അപ്പോൾ ഈശ്വര ചൈതന്യമാണ് നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുന്നത്. പക്ഷെ നമ്മൾ പൊതുവെ മനുഷ്യർ ദേഹത്തെയാണ് പ്രണയിക്കുന്നത്, ദേഹിയെ അല്ല. ദേഹി അവരുടെ ഒരു ബോധത്തിൽ വരുന്നില്ല, ദേഹത്തെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരാൾ മരിച്ച് കഴിഞ്ഞ് മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഈ ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ശാസ്ത്രപ്രകാരം 16 ദിവസത്തേക്ക് ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഉള്ളൂ ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ. പിന്നെ അത് ഈശ്വര ചൈതന്യമാണ്. ഈശ്വരന് ചെലുത്താനാകാൻ കഴിയുമോ? ഇല്ലല്ലോ. ഒരു നെഗറ്റീവ് എനർജി ആയിട്ട് ഒരിക്കലും ഈശ്വരന് മാറാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ ഒരു സങ്കല്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ചില ആളുകൾ, കുറച്ച് പേര് ബോധപൂർവം പ്രചരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് ഒരാൾ വിദേശത്ത് കിടന്ന് മരിക്കുകയും അയാളെ ചിലപ്പോൾ 1 മാസം കഴിഞ്ഞിട്ടായിരിക്കും നാട്ടിൽ കൊണ്ടുവരുന്നത്. 16 ദിവസം കഴിഞ്ഞാൽ ഒരു കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. ഒരു കർമ്മങ്ങൾക്കും പ്രസക്തിയില്ല. കാരണം ഈ 16 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആത്മാവ് എന്ന് വെച്ചാൽ വേറൊരു ദേഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അതൊരിക്കലും ഒരു നെഗറ്റീവ് ഫോഴ്സായിട്ട് നിൽക്കുന്നില്ല. ഇനി അത് എന്താണ്, മരണം ദുർമരണമാണെങ്കിലും അല്ലെങ്കിൽ എന്താണ് ഏത് തരത്തിലുള്ള മരണമാണെങ്കിലും ആത്മഹത്യ ആണെന്നുണ്ടെങ്കിലും അതായത് ഈശ്വര ചൈതന്യമാണ്. ആ ചൈതന്യം എങ്ങനെയാണ് ഒരു നെഗറ്റീവ് ഫോഴ്സായിട്ട് മാറുന്നത്? എന്നാൽ ഇത് മനുഷ്യരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാവുന്ന ഒരു ഘടകമായിട്ട് പലരും മുതലെടുത്തു. നമ്മുടെ പണ്ട് കാലം മുതൽ ഈ പഴയ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഇരുട്ടായിരുന്നു. അല്ലേ? നമ്മളിപ്പോൾ വീടിൻ്റെ അകത്ത് നിന്നുകൊണ്ട് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വാഴയില അനങ്ങിയാലും അവിടെ പ്രേതമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ അന്ധകാരത്തെ അകറ്റുന്ന ശാസ്ത്രമാണ് ജ്യോതിഷം. ഞാൻ നേരത്തെ പറഞ്ഞു, മനസ്സിലായില്ലേ? അപ്പോൾ ഒരിക്കലും അങ്ങനെ ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിന്നുകൊണ്ട് നമ്മളെയൊക്കെ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്നത് അബദ്ധജടിലമാണ് എന്ന് തന്നെയാണ് ഇതിൻ്റെ കാരണം. ഈ പരമാത്മാവിൻ്റെ ചൈതന്യം നമ്മളിൽ കുടികൊള്ളുമ്പോൾ പരമാത്മാവിൻ്റെ ചൈതന്യം, ഈശ്വരൻ നമ്മളൊരിക്കലും ഉപദ്രവിക്കുന്നില്ല. പിന്നെ ഇത് ചില സ്വാർത്ഥ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിക്കുകയാണ് അങ്ങോട്ട്, ഇങ്ങനെ ആത്മാവുണ്ടെന്നും കണ്ടുവെന്നും. പിന്നെ ഇത് നമ്മുടെ മാനസികമായിട്ടുള്ള നില, ഇപ്പോൾ ഉദാഹരണമായിട്ട് നേരത്തെ എന്നോട് പറഞ്ഞു ഇത് ഏത് ഭാവത്തെ ആസ്പദമാക്കിയാണെന്ന്. 5ാം ഭാവത്തിന് വലിയ പ്രാധാന്യമുണ്ട്. 5 എന്ന് പറഞ്ഞാൽ മനസ്സാണ്. ഇപ്പം 5ാം ഭാവത്തിൽ ഒരു രാഹുവോ കേതുവോ അതുപോലുള്ള പാപഗ്രഹങ്ങൾ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ ഭയങ്കര ടെൻസ്ഡായിരിക്കും.
ഏറ്റവും കൂടുതൽ നെഗറ്റീവായിരിക്കും അയാൾ ഉൾക്കൊള്ളുന്നത്. ഒരു വിഷയത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ ഒരു 4 പോസിറ്റീവ് ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും ഇദ്ദേഹം ഈ നെഗറ്റീവ് എടുത്തു വെച്ചുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് മനസ്സ് വിഷമിപ്പിക്കുന്ന ഒരു രീതി ഉണ്ട്. അല്ലാതെ നമ്മുടെ ജാതകത്തിൽ കൊണ്ട് ആത്മാവ് ഇങ്ങനെ നടക്കുകയാണ്, ഇനി അങ്ങനെ നടക്കുകയാണെന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇപ്പോൾ നമ്മളെ തേടി വരുന്ന ഒരാൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് ഏറ്റവും ദുർഘടം പിടിച്ച ഒരവസ്ഥയിലായിരിക്കും ഒരാൾ കാണാൻ വരുന്നത്. തീർച്ചയായിട്ടും. അവർ ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ അനുഭവം തന്നെയാണ്, അവർ കരഞ്ഞൊക്കെ ആയിരിക്കും നമ്മളോട് കാര്യങ്ങൾ പറയുന്നത്. നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ശ്രോതാവായിട്ട് ആദ്യം ഇരുന്ന് കൊടുക്കുക, അവരുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അവരുടെ ജാതകം വിശകലനം ചെയ്യുക, എന്നിട്ട് അവർക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഈശ്വരമാർഗ്ഗം ഉപദേശിക്കുക. പകരം ഇന്ന് നടക്കുന്നത് ഇപ്പോൾ താങ്കൾ ഈ ഒരു ചിന്താഗതിയോടും കൂടി ഇത്തരത്തിലുള്ള ഒരാളുടെ അടുത്ത് അപൂർവം ചിലരാണ് എല്ലാവരും ഒന്ന് മഹാത്മാക്കളായ ഒത്തിരി പേര് ഈ രംഗത്തുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഇവരങ്ങോട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഇത്ര ആത്മാക്കൾ ഗതി കിട്ടാതെ നടക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് മാത്രമല്ല, ഒന്നും കൂടി പറയും, ഇപ്പോൾ ഒരു മരണച്ചുറ്റുള്ള സമയമാണ്, 6 മാസത്തിനുള്ളിൽ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ മരിക്കും. ഇതോടുകൂടി പാതി ചത്തായിരിക്കും നമ്മുടെ മുന്നിൽ ഒരാൾ വന്നിരിക്കുന്നത്, അയാളുടെ ജീവന് ഏകദേശം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാകും. ഈ നഷ്ടപ്പെട്ട അവസ്ഥയിലിരിക്കുന്ന ഒരാൾ തീർച്ചയായിട്ടും ചോദിക്കും, ജീവൻ രക്ഷിക്കണ്ടേ? അയാൾ വലിയ ബാധ്യതയിലായിരിക്കും, സാമ്പത്തിക പ്രശ്നങ്ങൾ, കുടുംബ പ്രശ്നങ്ങൾ, ദാമ്പത്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ടിരിക്കുകയായിരിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള അപൂർവം ചിലരെന്ന് ഞാൻ എടുത്തു പറയണേ കേട്ടോ. അവർ ചോദിക്കും, ഈ എന്താ ഇതിനൊരു പ്രതിവിധി എന്ന് ചോദിക്കും. അപ്പോൾ പറയും, ഈ ആത്മാക്കളെയൊക്കെ ആവാഹിക്കണം. ആത്മാക്കളെ ആവാഹിക്കുക എപ്പോഴെങ്കിലും ഇതിന് താങ്കൾ പങ്കുകൊണ്ടിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു കർമ്മത്തിൽ ഇതിനകത്തൊരു ടെക്നിക്ക് ഉണ്ട്, ഒരു ഡ്രാമയാണ് അവിടെ നടക്കുന്നത്. എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒറ്റ അക്കത്തിലായിരിക്കും ആത്മാക്കൾ കണക്കാക്കപ്പെടുന്നത്. എവിടെ ഒന്നിലെ 3 ആയിരിക്കും, അല്ലെങ്കിൽ 5 ആയിരിക്കും, 7 ആയിരിക്കും. എന്നിട്ട് ഇവരോട് പറയും, ഒരാൾ വെള്ളത്തിൽ പോയി മരിച്ചിട്ടില്ലേ? ഇവരിങ്ങനെ ആലോചിക്കും ആരാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ആരെങ്കിലും പോയിട്ടുണ്ടാകും. ഇങ്ങനെ എന്നിട്ട് ആവാഹിക്കാൻ തുടങ്ങും. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണിത്? ഒരു ജ്യോത്സ്യൻ ഇരുന്ന് കവടി പ്രശ്നം നോക്കിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ശരിയാ. ഞാൻ ഈ കവടി പ്രശ്നം എടുക്കുന്നത് ആദിത്യ മന്ത്രം ജപിച്ചുകൊണ്ടാണ്. ട്രൂ, കറക്റ്റ്. ഈ ആദിത്യ മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ വലിയ പ്രാർത്ഥന, എല്ലാ രീതിയിലും ഒത്തിരി പ്രാർത്ഥന നടത്തിയിട്ടാണ് ഈശ്വരാംശം എടുക്കുന്നത്. ആദിത്യൻ അസ്തമിച്ചാൽ ഇത് ചെയ്യാൻ പാടില്ല. ഈ ഒഴിപ്പിക്കലും ആവാഹനവും ഒക്കെ പാതിരാത്രിയാണ് നടക്കുന്നത്. അപ്പോൾ ഈ കവടി പ്രശ്നം എടുക്കുന്നതിൻ്റെ സാങ്കത്യം അല്ലെങ്കിൽ അതിൻ്റെ ലോജിക്ക് ഒന്ന് പരിശോധിക്കേണ്ടതാണ്. എന്നിട്ട് എവിടെ വേണമെങ്കിലും പോയിക്കോ. ഞാനിപ്പോൾ ഇവിടെ നടക്കണ ഒരു കാര്യം പറയണത്, 2 ആത്മാക്കളെ ഇട്ട് പിടിക്കും. 5 ആത്മാക്കളെ ഇവിടെ നിർത്തിയിട്ട് കർമ്മം ചെയ്യണേ. ആ കർമ്മയും ജ്യോതിഷിയും കൂടിയാണ് ഇതിൻ്റെ ഒരു പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. എടുത്തു കഴിഞ്ഞിട്ട് പറയണം, കയറിയിട്ടില്ല കേട്ടോ. അപ്പോൾ പറയാം, ആ ഭഗവതിയുടെ ഒരു ഇതും കൂടി ഒന്നിട്ടൊന്ന് പൂജ ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യും. 2ാമതും കയറിയിട്ടില്ല. 3ാമതും കയറാതെ വരുമ്പോൾ ഇത് ചെയ്യണവന് പേടിയാണ്. കാരണം ഇതിനകത്ത് കയറിയില്ലെങ്കിൽ ഇത് ഇവിടെ നിൽക്കുകയല്ലേ ഉപദ്രവിക്കാൻ. അങ്ങനെ 2 എണ്ണം ഇവർ ഇട്ട് പിടിക്കും. എന്നിട്ട് വളരെ കഷ്ടപ്പെട്ട് ഇത് കയറ്റിയിട്ട് പല രീതിയിലാണ് പലരും ചെയ്യുന്നത്. ചിലർ പറയും ഇത് എവിടെയെങ്കിലും കൊണ്ടേ സ്ഥാപിക്കണം, അല്ലെങ്കിൽ എന്താണ് കത്തിച്ച് കളയണം, ഒഴുക്കി കളയണം. അതെ, ഇതൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. ഇതിന് വലിയൊരു എമൗണ്ടാണ് വാങ്ങുന്നത്. 2 ലക്ഷം 3 ലക്ഷം 2 ലക്ഷം 3 ലക്ഷം. എനിക്കറിയാവുന്ന ഒരാൾ ഇതൊക്കെ നടത്തിയിട്ട് പ്രയോജനം കിട്ടാനായിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എത്രത്തോളം നിലനിൽക്കുമെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കാരണം പല ആവശ്യങ്ങൾക്കായിട്ട്, എന്താവശ്യങ്ങൾക്കായിട്ട് ചെന്നാലും ഈ ആത്മാക്കളെയാണ് കൂട്ടുപിടിക്കുന്നത്. അപ്പോൾ ആത്മാക്കളെക്കുറിച്ചുള്ളൊരു സങ്കല്പം ഞാൻ പറഞ്ഞു, അത് ഈശ്വര ചൈതന്യമാണ്. ഈശ്വര ചൈതന്യം ഒരിക്കലും ഒരു നെഗറ്റീവ് എനർജിയായിട്ട് മാറുന്നില്ല. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർക്ക് പലപ്പോഴും അവനവനിലും ഈശ്വരനിലും വിശ്വാസമില്ലാതെ വരുന്നു. സാഹചര്യങ്ങളായിരിക്കാം, സാഹചര്യങ്ങൾ അവരുടെ അനുഭവങ്ങളാണ്.